നമസ്കാരം. UN സുരക്ഷാ കൗൺസിൽ ഡിബേറ്റിൽ പാകിസ്ഥാനെ എടുത്ത് കുടഞ്ഞിരിക്കുകയാണ് ഇന്ത്യ. ഇതുപോലൊരു ഭീകരരാഷ്ട്രം, ഈ ഭീകരരാഷ്ട്രത്തിന് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ ഇങ്ങനെ എതിർക്കാനും ഇന്ത്യയെ തെറ്റിദ്ധാരണപ്പെടുത്താനും ശ്രമിക്കുവാനും പാകിസ്ഥാന് എന്ത് അവകാശമാണ് എന്നാണ് UN-ലെ ഇന്ത്യയുടെ സ്ഥിരസമിതി അംഗം പർവതനേനി ഹരീഷ് പറഞ്ഞത്. ഒരു പട്ടാള അട്ടിമറിക്ക് ഒരു രാജ്യം തന്നെ ഒരു കളമൊരുക്കി കൊടുക്കുക, അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരു പട്ടാള മേധാവിക്ക് ചെയ്തു കൊടുക്കുക, എന്നിട്ട് ആ പട്ടാള മേധാവിയെ പിടിച്ച് എല്ലാ സൈന്യത്തിൻ്റെയും ചുമതലയിലിരുത്തുക, ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള അട്ടിമറിക്കുള്ള സാധ്യതയും ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് സ്ഥിരമായി ഭീകരവാദത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് ഭീകരവാദികളെ എല്ലാ സമയം നുഴഞ്ഞു കയറാനുള്ള സഹായങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടും പാകിസ്ഥാനിൽ തന്നെ ഭീകരവാദികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും കൊടുത്തുകൊണ്ടും ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യ പോലൊരു ജനാധിപത്യ രാജ്യത്തെ ഈ രീതിയിൽ എതിർക്കാൻ കഴിയുക? പാകിസ്ഥാന് ഇപ്പോഴുള്ള പ്രത്യേക പ്രിവിലേജ് ഉപയോഗിച്ച്, പ്രത്യേക അധികാരം ഉപയോഗിച്ച്, അതായത് UN സെക്യൂരിറ്റി കൗൺസിലിൽ അടുത്ത 2026 വരെ പാകിസ്ഥാന് തുടരാൻ കഴിയും. അത്തരത്തിലുള്ള ഒരു അധികാരം ഉപയോഗിച്ച്, ഒരു വിശേഷ അധികാരം ഉപയോഗിച്ച് തന്നെ ഇന്ത്യക്കെതിരെ ഉള്ള ഒരു വ്യാജ ആരോപണങ്ങളും വ്യാജ പ്രചരണങ്ങളുമാണ് പാകിസ്ഥാൻ നടത്തി വരുന്നത്. അത്തരത്തിലൊരു വ്യാജ പ്രചരണം പാകിസ്ഥാന് ഈ രീതിയിൽ നടത്താൻ സാധിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമായ മനസ്സുള്ളത് കൊണ്ടാണ്. പാകിസ്ഥാനിലാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യം ഇല്ലാത്തത്. അവിടെ മനുഷ്യർ ക്രൂരമായിട്ട്, അതായത് ബലൂചിസ്ഥാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പെൺകുട്ടികൾ, സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു. അവിടുത്തെ ബലൂജികളെ മനുഷ്യരായി പോലും കണക്കാക്കാത്ത രീതിയിൽ അവിടെ രണ്ടാം തരം പൗരന്മാരായിട്ട് അവരെ കണ്ടുകൊണ്ട് അവരനുഭവിക്കേണ്ടി വരുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാനിലേക്ക് കിട്ടേണ്ട കാശും യാതൊരു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു ഫണ്ടും ബലൂചിസ്ഥാനിൽ കിട്ടുന്നില്ല. ആ രീതിയിൽ ബലൂചിസ്ഥാനെ പട്ടിണിയിലേക്ക് തള്ളിവിട്ട് ഒരു രാജ്യത്തിൻ്റെ ഒരു ഭാഗത്തെ മുഴുവൻ, ഒരു പ്രോവിൻസിനെ മുഴുവൻ പട്ടിണിയിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ജനാധിപത്യത്തെക്കുറിച്ച് സംസാരിക്കുവാനുള്ള അർഹതയുണ്ടാകുന്നത്, അധികാരമുണ്ടാകുന്നത്? അതോടൊപ്പം തന്നെ അവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഭീകരമായിട്ടുള്ള ക്രൂരതയാണ്. അവിടുത്തെ ഹിന്ദുക്കൾ അവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധ്യമല്ല. ദൈനംദിനം എന്നോണമാണ് ഹിന്ദു സ്ത്രീകൾ അവിടെ പീഡിപ്പിക്കപ്പെടുന്നത്. 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി ഒന്നുകിൽ മതം മാറേണ്ടി വരും, അല്ലെങ്കിൽ മതം മാറിയില്ലെങ്കിൽ അവിടെ അടിമകളെ പോലെ ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. വിവാഹം കഴിക്കുന്ന വേളയിൽ തന്നെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പാകിസ്ഥാനിൽ തന്നെയുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ സിഖ് ജനതയ്ക്ക്, അങ്ങനെ പാകിസ്ഥാനിൽ മുസ്ലിം ഇതര വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെല്ലാം അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. അങ്ങനെ ഒരു ക്രൂരകൃത്യം നടപ്പിലാക്കി കൊടുക്കുവാൻ വേണ്ടിയിട്ട് എല്ലാ സമയത്തും ഭീകരവാദികളെ പ്രേരിപ്പിക്കുന്ന, ഇന്ത്യയിലേക്ക് എല്ലാ സമയത്തും പഹൽഗാം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കും ചെങ്കോട്ട ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വളരെ കൃത്യമായിട്ട് പ്ലാൻഡായിട്ട് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തിയ ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ സഹായത്തോടുകൂടി ഇത്തരം മേഖലകളിലേക്ക് കടന്നു കയറി ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് സന്നദ്ധമായി അതിനു വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ലഭ്യമാക്കുന്ന, അതിനു വേണ്ടിയിട്ടുള്ള വിഭവ സമാഹരണം നടത്തുന്ന ഒരു രാജ്യത്തിന് എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ ഈ രീതിയിൽ സംസാരിക്കാൻ കഴിയുക? ഇന്ത്യ എല്ലാ സമയത്തും ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളെയും ഭൂരിപക്ഷത്തെയും ഇന്ത്യയുടെ പൗരന്മാരെ അങ്ങനെ വേർതിരിച്ചല്ല നിർത്തുന്നത്. എല്ലാ പൗരന്മാർക്കും ഒരേ തരത്തിലുള്ള അവകാശങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ തന്നെ തിരിച്ചറിയാം, SIR ഉൾപ്പെടെയുള്ള രേഖകളിൽ നിന്ന് കടന്നു വരുമ്പോൾ ഭാരതം പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷയാണ് നൽകുന്നത്. ഇവിടേക്ക് നുഴഞ്ഞു കയറി ഇവിടേക്ക് ഭീകരവാദ പ്രവർത്തനം നടത്താൻ വരുന്ന അത്തരത്തിലുള്ള ഭീകരവാദികളെ മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് പുറന്തള്ളുന്നത്. എന്നാൽ പാകിസ്ഥാൻ ചെയ്യുന്നത് എന്താണ്? അവിടുത്തെ സാധാരണ പൗരന്മാരെ വളരെ ക്രൂരമായിട്ട് ദ്രോഹിക്കുകയും അവർ മതം മാറിയില്ല എങ്കിൽ അവരെ ഏറ്റവും മാരകമായ രീതിയിൽ തന്നെ അവിടുത്തെ സ്ത്രീകളടക്കമുള്ള ഒരാൾക്കാരെ കൂട്ടക്കൊല ചെയ്യുന്ന, ബലൂചിസ്ഥാനികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനെ അടിമുടി എടുത്ത് കുടഞ്ഞ് പാകിസ്ഥാൻ്റെ നാണം കെടുത്തി വിട്ടിരിക്കുകയാണ് പർവതനേനി ഹരീഷ് എന്ന ഇന്ത്യയുടെ സ്ഥിരം UN സമിതി അംഗം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.